ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ. ഇന്ന് നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സ്വാദിൽ എന്നാൽ നാം അധികം സാധാരണമായി തയ്യാറാക്കാത്ത ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. ഇത് ചോറും ചപ്പാത്തിയും ഒക്കെ കൂട്ടി ഒരു സൂപ്പർ കോമ്പിനേഷനായി തന്നെ കഴിക്കാം. നമ്മുടെ ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ, അതിന് ഷിംല മിർച്ച് എന്നും ഒക്കെ പറയും. ഇനി തനി മലയാളത്തിൽ പറഞ്ഞാൽ കുടമുളക് കൊണ്ടുള്ള ഒരു തോരൻ. വളരെ സിമ്പിളായും പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു തോരൻ്റെ ഒരു സ്വാദ് വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കി ആസ്വദിക്കണം. കേട്ടല്ലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മയുടെ തോരനിലേക്ക് കടക്കാം. വെറും തോരനല്ല, ക്യാപ്സിക്കം തോരൻ. വളരെ കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം തോരൻ. അപ്പം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം തോരൻ തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരനാണ്. എന്നാൽ വളരെ നല്ല സ്വാദുള്ള ഒരു തോരനുമാണ്. ഒരു തോരനൊന്ന് ഞാൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കളറുള്ള ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ചുമപ്പും മഞ്ഞയും ഓറഞ്ചും പച്ചയും എല്ലാ കളറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ഈ എല്ലാ കളറും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പച്ചയെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വളരെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സബോള ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കപ്പ് തേങ്ങ തിരുമ്മിയത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ക്യാപ്സിക്കം അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ 4 കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആ തേങ്ങ തിരുമ്മിയതും കൂടി അങ്ങ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം അതങ്ങ് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി വരണം. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ക്യാപ്സിക്കത്തിൻ്റെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം ഇനി കൂടുതലായിട്ട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ക്രഞ്ചിനെസ് ഉണ്ടാവണം അതിന്. അപ്പം നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വാരിപ്പൊത്തി ഒന്ന് വെക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആ ആവിയിലിരിക്കുമ്പം ആവിയൊക്കെ ഒന്ന് വന്ന് ആവശ്യത്തിന് ക്യാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടും. ആ ഒരു വേവ് മതി ഈ തോരന്. ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടി തന്നെ ഇരിക്കണം. നല്ലൊരു സ്വാദ് തന്നെയാണ് ഈ ഒരു തോരന് കേട്ടോ. നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തോരനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ തോരൻ ഇവിടെ ചെറുതായിട്ടാണ് ഈ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇഞ്ച് നീളത്തിൽ കട്ടി കുറച്ച് അങ്ങനെ അരിയാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും അരിഞ്ഞെടുക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പം ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏതാണ്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും സാധാരണ തോരൻ ചേർക്കുന്ന പോലെ ചേർക്കുന്നില്ല. ഉപ്പൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നനവ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് അങ്ങ് മാറ്റാം. നിങ്ങളിത് തീർച്ചയായിട്ടും ഈ ഒരു തോരൻ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.